மறையூர் காந்தல் பகுதியில் சீட் சொசைட்டியால் ஏமாற்றப்பட்டவர்கள் புகாருடன் முன்வந்தனர். ஏராளமானோர் தான் இந்த சொசைட்டியின் காரணமாக ஏமாற்றப்பட்டுள்ளது. 142 பேர் காவல் நிலையத்தில் புகார் கொடுத்துள்ளனர். ആരെങ്കിലും കേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകണ്ട. എന്നാന്ന് വെച്ചാൽ അങ്ങനെ പോയാൽ നമുക്ക് വന്നിട്ട് വീണ്ടും സാറിനെ അറസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പൈസ കിട്ടാതായി പോകും. അത് കാരണം കൊണ്ട് ആരും കേസിന് അങ്ങനെ പോകണ്ട. നമുക്ക് കേസ് കൊടുക്കാൻ പറയുന്നവർ നമുക്ക് കണ്ടെത്തി തരത്തിൽ സാറും ഉണ്ടായാലേ കണ്ടെത്തി കൊടുക്കാൻ പറ്റുള്ളൂ. സാറിനെ പുറത്തെടുക്കാനായിട്ട് NGOക്കാരുടെ എല്ലാവരും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ കോർഡിനേറ്റർക്കാരും ചെന്നിട്ട് പത്രവായനയോട് പറയാൻ പോവുകയാണ്. നമുക്ക് ഇത്ര കാര്യം ചെയ്തിട്ടുണ്ട്. സ്കൂട്ടിയുടെ കാര്യമാണ് ഡിലേ ആയിപ്പോയത്. അത് എന്ത് ഡിലേ ആയെന്ന് വെച്ചാൽ നേരത്തെ പത്രവായന വന്നപ്പോൾ പിന്നെയാണ് ഡിലേ ആയി പോയത്. ഫണ്ടൊക്കെ നമുക്ക് കണ്ടെത്തി തിരിച്ചു തരാനുള്ള രീതി നമുക്ക് ഡിലേ ആയിപ്പോയി. അത് കാരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്കൂട്ടി കിട്ടും. மறையூர் காந்தலூரில் 140 புகார்கள் தான் சீட் சொசைட்டியால் ஏமாற்றப்பட்டவர்கள் கொடுத்துள்ளது. மறையூர் காந்தலூர் பஞ்சாயத்துகளில் பகுதி விலைக்கு பொருட்கள் தருவதாக ஏமாற்றப்பட்டுள்ளது. மறையூர் காவல் நிலையத்தில் கிடைத்த 142 புகார்களில் முதன்முறையாகத்தான் பள்ளிக்கூடங்கள் ஆரம்பிக்கும் போது குழந்தைகளுக்கு பகுதி விலைக்கு நோட்புக்குகள் கொடுப்பதாக கூறியும் ஏமாற்றியுள்ளது. மறையூர் பஞ்சாயத்து 433 അംഗത്തിനர்களுം കാന്തലൂർ പഞ്ചായത്ത് 885 അംഗത്തിനர்களுം தான் ഇതിൽ ഉള്ളത്. കഴിഞ്ഞ ഏതാണ്ട് 9 മാസത്തിന് മുമ്പ് ഞങ്ങൾക്ക് ചെറിയ സാധനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ മോഹന വാഗ്ദാനങ്ങളോടുകൂടി ഇങ്ങനെ ഒരു വലിയൊരു കമ്പനിയാണെന്നും അതുപോലെ തന്നെ ഇതിന് ഒത്തിരി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ടെന്നും മറ്റ് ഫാക്ടറികളിൽ മിച്ചം വരുന്ന പണം, അതായത് അവരുടെ ലാഭവിഹിതത്തിൻ്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണെന്നും ഒക്കെ പറഞ്ഞാണ് ഞങ്ങളെ ഈ സ്കൂട്ടിയുടെ 60,000 രൂപ വീതം അടച്ചാൽ ഒരു മാസത്തിനകം സ്കൂട്ടി കിട്ടും എന്നുള്ള, അതുപോലെ പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, ആണുങ്ങൾക്ക് കൊടുക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പെണ്ണുങ്ങളെ എൻ്റെ മകളെ കൊണ്ട് ഞാനത് കൊടുപ്പിച്ചു. ഇപ്പോൾ ഏതാണ്ട് 9 മാസം കഴിഞ്ഞു, ഇതുവരെ സ്കൂട്ടി കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ മാനേജർ ഒത്തിരി പേരെ കളിപ്പിച്ചെന്നും ഈ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ വായിച്ചപ്പോൾ തന്നെ ഏതാണ്ട് 1000 കോടി രൂപയ്ക്കടുത്ത് ജനങ്ങളിൽ നിന്നും മേടിച്ചിട്ടുണ്ടെന്നും അവരെല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ ഞങ്ങളെ അറിയാൻ സാധിക്കും. സീഡ് ഗ്രൂപ്പിനകത്ത് ഒരു 167 പേരുണ്ട്. അതിനകത്ത് സ്കൂട്ടിക്ക് പൈസ അടച്ചേക്കുന്നവരെന്ന് വെച്ചാൽ ഒരു 41 പേര്. ഈ 41 പേരും തന്നെ പൈസ അടച്ചു. ഞങ്ങളൊരു 5-ാം മാസം അടച്ചു. ഇതുവരെ സ്കൂട്ടിക്ക് പൈസ കിട്ടിയില്ല. അപ്പോൾ നവംബറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഡിസംബറിൽ തരാമെന്ന്. ഡിസംബറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ജനുവരിയിൽ തരാമെന്ന്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്തയൊക്കെ കണ്ടിട്ടാണ് മനസ്സിലായത് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും 60,000 രൂപ വെച്ച് ഈ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് പൈസ അടച്ചേക്കുന്നത്. അത് കാരണം ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. ആരും സമ്പന്നരൊന്നും അല്ല, എല്ലാവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ തന്നെയാണ്. காந்தலூர் பஞ்சாயத்தில் 79 பேர் ஸ்கூட்டருக்காக பகுதி தொகை அக்கவுண்ட் வழியாக கொடுத்துள்ளது. மறையூரில் 41 பேரும் காந்தலூர் பஞ்சாயத்தில் 2 வீடுகள் மெயின்டெனன்ஸ் செய்து தரப்படும் என்ற வாக்குறுதியின் பேரில் பணம் கொடுத்துள்ளது. மறையூர் பஞ்சாயத்தில் சீட் சொசைட்டி கோஆர்டினேட்டராக இருந்த ஜோதிலட்சுமியும் காந்தலூர் பஞ்சாயத்தில் அம்பிலி விஜய் தான் செயல்பட்டு வந்தது. நியூஸ் பீரோ மறையூர்.